സവാള അതിലിട്ട് വഴറ്റി കൂന്തൽ ഇതിലിടുക. ഇതിട്ട് കഴിഞ്ഞ ശേഷം സിമ്മിൽ ഇങ്ങനെ തന്നെ വെക്കുക. ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്. അത് വെന്ത് വരുമ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടെ. ചൂടാക്കി എടുക്കുമ്പോൾ അത് കുറച്ച് നല്ല ടേസ്റ്റ് ഒരിതും കിട്ടും. അത് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് ഒതുങ്ങി കിട്ടിയ കേട്ടോ. ഒരു തേങ്ങയുടെ ഒരു ഇതെല്ലാം നല്ല ഒതുങ്ങി കിട്ടി. മസാല ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടാനും നല്ല രുചിയും ഉണ്ടാവും. അതിനാണ് ഗരം മസാല കുറച്ച് ഇതിൽ ഇട്ടാൽ നല്ലതാണ്. നല്ലൊരു മണം രണ്ട് കരിവേപ്പില എടുക്കട്ടെ ഫ്രിഡ്ജിൽ നിന്ന്. ഇതിലേക്ക് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയ നല്ല ടേസ്റ്റ്. ചാനൽ ആദ്യമായി ഒന്ന് തുടങ്ങിയതാണ് ഗൈസ്. നമുക്ക് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. അത് ചെയ്ത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കൊന്ന് കമൻറ്റ് ഇടണേ. ഗൈസ് നല്ലൊന്ന് മൂടി വെക്കുക ഗൈസ്. ഈ കൂന്തൽ തേങ്ങ സുക്കിയാണ് കേട്ടോ ഗൈസ്. ഒന്നും കൂടി ഒന്ന് വഴഞ്ഞിട്ട് അതിൻ്റെ ഇതെല്ലാം ഒന്ന് പിടിക്കണം. കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാക്കാം. ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ നല്ല ഉപ്പ് അതെല്ലാം ഉണ്ടാകുന്ന നല്ല ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം ഒന്ന് സിമ്മിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഒതുങ്ങി കഴിക്കുന്നത് വരെ ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിക്കുക. ഉള്ളൂ ഇത് കൂന്തൽ സുക്ക. ഇതിന് നമ്മൾ കാസർഗോഡ് ഇതിൽ പറയുന്നതാണ്. നമ്മൾ കാസർഗോഡുകാരാണ്. അതുകൊണ്ട് കൂന്തൽ സുക്ക എന്ന് പറയും.